സുഹൃത്തുക്കളെ, അപ്പോൾ തീർച്ചയായിട്ടും ബി ഡി സതീശൻ തന്നെ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ബി ഡി സതീശനായിരിക്കുമ്പോൾ ആരായിരിക്കും ഉപമുഖ്യമന്ത്രി? അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ആരായിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ആ ഒരു മന്ത്രി ഉണ്ടല്ലോ, അത് ഞങ്ങൾ ലീഗിന് മതി എന്ന് PMA സലാം അങ്ങോട്ട് തീരുമാനിച്ച പോലെയാണ് ഇന്ന് അദ്ദേഹത്തിന് പോസ്റ്റ് വന്നിരിക്കുന്നത്. സംഗതി ഇങ്ങനെയാണ്. PMA സലാം ഏകദേശം ഒരു 7 മണിക്കൂർ മുമ്പ് ഇട്ടൊരു പോസ്റ്റ്, നമ്മൾ തൂക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ലീഗിന്റെ ഓഫീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്നെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വിചാരിക്കുന്നു. ലീഗിന്റെ ഓഫീസിൽ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴേ, നിങ്ങൾ ആ ഒരു കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചോ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. നോക്കൂ, നമുക്കൊന്ന് സൂം ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത്. നോക്കൂ, കണ്ടില്ലേ? കേരള സ്റ്റേറ്റ് നമ്പർ 2. കേരള സ്റ്റേറ്റ് നമ്പർ 2ന്റെ കാറാണ് ആ ഒരു ലീഗിന്റെ ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിന് മുമ്പിൽ കേരള സ്റ്റേറ്റ് നമ്പർ 2 കാർ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ മന്ത്രി, ആദ്യത്തെ മന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ മന്ത്രി എന്താണോ അത് ലീഗിന് വേണമെന്ന് പറയാതെ പറയുകയാണോ PMA സലാം എന്നുള്ള സംശയം ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും. ശരി, ആയിക്കോട്ടെ, അതിലെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു കഴിയുമെങ്കിൽ ഇവിടെ വി ഡി സതീശന് പകരം ഇവിടെ ഒരു ലീഗിന്റെ ഒരു മുസ്ലിമായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വരണമെന്നാണ് ഞാനടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ പുറത്ത് വേറെ പല കാര്യങ്ങളുണ്ട് എന്ന് വെക്കാം. ഇവിടെ ആ സംഗതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ചില ആളുകൾക്ക് ഇപ്പൊ തന്നെ ഇത് കാണുമ്പോൾ കുരു പൊട്ടാൻ നിൽക്കുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് ഇവിടെ കുരു പൊട്ടിയിട്ടുള്ളത് KP ശശികലയ്ക്കാണ്. ലീഗ് ഇതാ ഇപ്പൊ തന്നെ ഏതാണ് സീറ്റ് വേണ്ടതെന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ ശശികലയുടെ ഒരു പോസ്റ്റ് കാണാനുണ്ട്. മതേതരം പറഞ്ഞ് മതാധിപത്യത്തിലേക്ക് കേരളത്തെ നയിച്ച എല്ലാവർക്കും നല്ല നമസ്കാരം, കണ്ടറിയാത്തവർ കൊണ്ടേ അറിയൂ. ഇതിനു മുമ്പ് തന്നെ ഇവിടെ ലീഗ് വന്നു കഴിഞ്ഞാൽ, ലീഗിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ, ലീഗിന്റെ മന്ത്രിമാരുണ്ടായിക്കഴിഞ്ഞാൽ അത് വൻ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുക എന്ന് ഈ KP ശശികല എഴുതിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മലയാളത്തിൽ എഴുതണം കേട്ടോ, ശശികല ടീച്ചർ എന്ന്. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല, KP ശശികല എന്ന അവരുടെ ഫുൾ നെയിം തന്നെ വിളിക്കാം. ഇവിടെ പറയുന്നത് മതേതരം പറഞ്ഞ് മതാധിപത്യത്തിലേക്ക് കേരളത്തെ നയിച്ചു. അതായത് ഇപ്പോൾ 100-ലധികം സീറ്റ് വാങ്ങിച്ചിട്ട് അധികാരത്തിൽ കയറാൻ പോകുന്ന UDF മതേതരത്വം പറഞ്ഞിട്ട് ഇപ്പോൾ മതാധിപത്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇനി ഒറ്റ മതമാണ് ഭരിക്കുക, ആ മതം എന്ന് പറയുന്നത് മുസ്ലിം മതമായിരിക്കും എന്നാണ് ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്. കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. കേരള കൗമുദിയുടെ പോസ്റ്റാണ്. നമ്മൾ തൂക്കി. മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ കേരള സ്റ്റേറ്റ് 2 ബോർഡുള്ള കാർ ചിത്രം പങ്കുവെച്ച് PMA സലാം എന്നാണ് ഒരു സംഗതി കാണാറുള്ളത്. ഇനിയിപ്പോൾ അത് ഞാൻ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പം ശശി കണ്ടില്ലേ, ഒരു 4 മണിക്കൂർ മുമ്പാണ് മതേതരം പറഞ്ഞ് മതാധിപത്യത്തിലേക്ക് കേരളത്തെ നയിച്ച എല്ലാവർക്കും നല്ല നമസ്കാരം, നമ്മൾ തൂക്കി മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ കേരള സ്റ്റേറ്റ് 2 ബോർഡുള്ള കാർ ചിത്രം പങ്കുവെച്ച് PMA സലാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് PMA സലാം ഇട്ടിട്ടുണ്ട്, ഇതുവരെയും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഏറ്റവും കൃത്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നുണ്ട്, ഇവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മന്ത്രിസ്ഥാനം ഇവിടെ മുസ്ലിം ലീഗിന് വേണം എന്ന് തന്നെയാണ്. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഏറ്റവും നല്ലൊരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതും അർഹനായിട്ടുള്ളതും, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും അർഹനായിട്ടുള്ളൊരു മനുഷ്യൻ ഇപ്പോഴും മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം അതിന് 100% അർഹനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ആഭ്യന്തരവും മറ്റൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷം ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതിന് താഴത്ത് എഴുതി വെച്ചിട്ടുള്ളത്, ഭരണത്തിൽ നമുക്ക് കുറ്റം പറയാൻ ഒരു പ്രശ്നവുമില്ല, ഭരണത്തെ കുറ്റം പറയാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു തരത്തിൽ ഒരു LDF കാരൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ ചിന്തിക്കാത്ത രീതിയിൽ ഒന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം ഒരു വലിയ വിഷയമായിട്ട് ആളുകളൊക്കെ കണക്കിലെടുത്തിരുന്നു.
അതൊരു വലിയ വിഷയമാണോ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ? ഒരാളുടെ പേഴ്സണൽ ലൈഫൊക്കെ രാഷ്ട്രീയത്തിൽ ഇത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതൊക്കെ ഒരു വലിയ വിഷയമാണ്. നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി മതി. എല്ലാ വിഷയത്തിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഭരണം അതിഗംഭീരമായിരുന്നു. ഇവിടുത്തെ സ്കൂളുകൾ, ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ, ഇവിടുത്തെയുള്ള റോഡുകൾ, ഇവിടെ ജീവിത നിലവാരങ്ങൾ, ആശുപത്രിയിൽ നടക്കുന്ന ചികിത്സകളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലും നമ്മൾ വളരെയധികം മുന്നേറിയ കഴിഞ്ഞൊരു 10 വർഷമാണ്. ഈ ഒരു 10 വർഷത്തെ മുന്നേറ്റത്തിനേക്ക് അപ്പുറത്തേക്കാണ് ഇനി ഈ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതും. ഒരു സംശയമില്ല, അത് തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് മതേതരമായി ചിന്തിക്കുന്ന ഒരു മതേതര മുന്നണി എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്ന UDF-നെ പോലുള്ള ഒരാളുകൾ അധികാരത്തിൽ കയറുമ്പോൾ ആഭ്യന്തരം, അതായത് ഒരു വീടിൻ്റെ താക്കോൽ സ്ഥാനം എന്നൊക്കെ പറയുന്ന ആഭ്യന്തരം ഒരു മുസ്ലിം ലീഗ് മന്ത്രിയെ, മുസ്ലിം ലീഗുകാരനെ, ഒരു മുസ്ലിമിനെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോവുക എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ചറിയുക തന്നെ വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷം പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരിക്കും. അതിഭീകരമായ പരീക്ഷണത്തിലൂടെ കേരളം മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. നാളെ മുതൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ കാണണം. 3 BJP-ക്കാർ കൂടി ജയിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമസഭയിൽ 3 ആളുകൾ NDA-യുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ട്. ആ 3 ആളുകൾ കൂടി ജയിച്ചു. ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് UDF-ഉം ജയിച്ചു, BJP-യും ജയിച്ചു എന്നാണ്. അതേപോലെ 3 ആളുകൾ കൂടി എത്തിയിട്ടുണ്ട്. അവരെന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക, എന്തൊക്കെയായിരിക്കും ഒരു അടുത്ത 5 വർഷം കേരളത്തിൽ സംഭവിക്കാൻ പോവുക, ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ നമുക്ക് കണ്ടറിയുക തന്നെ വേണം. ഈ തവണത്തെ UDF-ന്റെ വിജയത്തിൽ അതിഗംഭീരമായ വിജയമാണ്. കയ്യടിച്ച് വെക്കൂ, 100% കയ്യടിക്കുക തന്നെ വേണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരള ജനത പരാജയപ്പെട്ട ഒരു വിജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നതൊക്കെ ഞാൻ കരുതുന്നത്. ആ ഒരു 3 താമര വിരിഞ്ഞെടുത്താണ്. NDA 3 സ്ഥലത്ത് ജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൻ പരാജയമാണ്. ഇത്തവണ 3 ആണെങ്കിൽ അത് 5-ലേക്കും 10-ലേക്കും 20-ലേക്കൊക്കെ എത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അത് എത്താൻ 100% ഒരുപക്ഷെ ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മന്ത്രിസഭയെ നിലയ്ക്ക് നിർത്താൻ പറ്റാവുന്ന ഒരെണ്ണത്തിലേക്ക് ഒരു പക്ഷേ BJP വളർന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തൊക്കെയാലും PMS എല്ലാം പറഞ്ഞ പോലെ നമ്പർ 2 കാർ, കേരള ഗവൺമെൻറ്റിൻ്റെ 2ാമത്തെ കാറ് അവരുടെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തട സുഹൃത്തുക്കളെ. ബൈ.